സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ഉത്ഥാന തിരുനാൾ ആറാമത്തെ ആഴ്ചയിലേക്ക് നാം ഇന്ന് ഞായറാഴ്ച പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ചിന്തിച്ച പോലെ ഈ വ്യാഴാഴ്ചയാണ് യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ സ്വർഗാരോഹണം. തിരുനാളായിട്ട് ഞായറാഴ്ച ആചരിക്കുന്നുണ്ട്. ജൂൺ 1 തീയതി സ്വർഗാരോഹണ തിരുനാൾ, ജൂൺ 8 തീയതി പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം, പെന്തക്കോസ്ത തിരുനാൾ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് നമ്മളുടെ ജീവിതം യേശുവുമായിട്ട് കൂടുതൽ ഒന്നാകാനായിട്ട് ഈ നാളുകളിൽ എപ്പോഴും 2000 വർഷമായിട്ട് ഈ ഭൂമിയിൽ പ്രഘോഷിക്കപ്പെടുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. നമുക്കറിയാം, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ബോധ്യവും വിശ്വാസവുമാണ് ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവ് നിറയാനായിട്ട് സഹായിക്കുന്നത്. എന്ന് പറയുമ്പോൾ ക്രിസ്തുവിലൂടെയാണ്. ഈശോ പറഞ്ഞത്, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിലേക്ക് എത്തുന്നില്ല എന്ന് ഈശോ പറഞ്ഞു. അപ്പം യേശുവിനെ കുറിച്ചുള്ള പ്രബോധനം, പ്രസംഗമാണ് അപ്പസ്തോലന്മാര്, പരിശുദ്ധാത്മാവ് അവരുടെ മേൽ. നമുക്കറിയാം, യേശു അവരെ ബോധ്യപ്പെടുത്തി. ഇതിലൊക്കെ ചിന്തിച്ചതുപോലെ യേശുവിന്റെ കൂടെ ആയിരുന്ന 3 വർഷം യേശുവിന്റെ കൂടെ ആയിരുന്നവർ, യേശുവിനെ കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരുന്നവർ, യേശുവിൽ വിശ്വസിച്ചിരുന്നവർ, അവന്റെ വാക്ക് അനുസരിച്ചവരിലേക്കാണ് ഏതാണ്ട് 120ഓളം പേര് ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവരിലേക്കാണ് ആദ്യമായിട്ട് പെന്തക്കോസ്ത നാളിൽ പരിശുദ്ധാത്മാവ് വന്ന് നിറയുന്നത്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ് പരിശുദ്ധാത്മാവിനെ ലഭിക്കാനായി നമ്മളെ ഒരുക്കുന്നത്. കാരണം നമ്മുടെ പാപങ്ങളും ലോകത്തിൻ്റെതായ മാലിന്യങ്ങളും അശുദ്ധിയും ഒക്കെ പരിശുദ്ധിയുടെ ആത്മാവായ പരിശുദ്ധിയുടെ ആത്മാവാണ്. അപ്പോൾ ഒരു വ്യക്തിയിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരണമെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി കാൽവരിയിലെ ബലിയായി തീർന്ന യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു ബോധ്യം, കർത്താവായ യേശുക്രിസ്തുവിനെ അല്ലെങ്കിൽ യേശുവിനെ കർത്താവും രക്ഷകനും നാഥനുമായി സ്വീകരിക്കുക എന്ന് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. ഈശോ ഇന്നത്തെ ആഗോള സഭയിലെ ഈ ഞായറാഴ്ചത്തെ വചനങ്ങളോടൊക്കെയും നമ്മളെ പരിശുദ്ധാത്മാ ബോധ്യപ്പെടുത്തുന്നതാണ്. ആദിമ സഭയില് അപ്പസ്തോലന്മാരുടെ നടപടിയിലെ 15-ാമത്തെ അധ്യായത്തിൽ ഇന്ന് 1-2 വചനങ്ങൾ ആദ്യം, പിന്നെ 22 വചനങ്ങൾ. അതായത് അവരുടെ ഇടയിൽ ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞ പെന്തക്കോസ്തായ്ക്ക് ശേഷം പോലും പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളും സ്നേഹമില്ലായ്മയും. ഈശോ പറഞ്ഞില്ലേ, പരസ്പരം നിങ്ങൾ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണ്. യേശുവിൻ്റെതായി മാറുന്നത് വേറൊന്നും കൊണ്ടല്ല, പരസ്പരമുള്ള സ്നേഹവും ഐക്യവും ഒക്കെയാണ്. യേശുവിൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകം നമ്മളെക്കുറിച്ച് പറയാനായി ഇടയാക്കുന്നതെന്ന്. അപ്പോൾ ഇവിടെ സഭയില് ഒരു പ്രശ്നമുണ്ടായി. നമുക്കറിയാം, അന്ത്യോക്യായില്, അവിടെ ജെറുസലേമിൽ നിന്ന് വന്ന അന്ത്യോക്യായിലെ സഭയില് ജെറുസലേമിൽ നിന്ന് വന്ന കുറെ പേര് അന്ത്യോക്യായില് വിജാതീയ സമൂഹമാണ്. നമുക്കറിയാം, യഹൂദരായിരുന്നില്ല, അനേക വിജാതീയരവിടെ ക്രിസ്ത്യാനികളായ യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടുകൊണ്ട് വിശ്വാസം സ്വീകരിച്ചു. പത്രോസ്, നമുക്കറിയാം, കൊർന്നേലിയോസിന്റെ വീട്ടിലേക്ക് അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ 10-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുന്നുണ്ട്. പത്രോസ് തന്നെ ജെറുസലേമിലായിരുന്നപ്പോൾ കൊർന്നേലിയോസ് എന്ന ആ വ്യക്തിയുടെ റോമൻ പൗരന്റെ അടുക്കിലേക്ക് അയക്കപ്പെട്ടത് യേശു തന്നെ പറഞ്ഞിട്ടാണ്, വെളിപ്പെടുത്തലിലൂടെ. അപ്പോൾ ഇങ്ങനെ വിജാതിയരുടെ അടുക്കിലേക്ക് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രബോധനമായി പത്രോസും പിന്നീട് പൗലോസാണ് വിജാതിയുടെ അപ്പസ്തോലൻ തന്നെ അറിയപ്പെടുന്നത്. യഹൂദരല്ലാത്തവരുടെ അടുക്കിലേക്ക് അയക്കപ്പെട്ടു യേശുക്രിസ്തുവിനെ കുറിച്ച് യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ്, യഹൂദർക്ക് വേണ്ടി മാത്രമല്ല, സകല മനുഷ്യർക്ക് വേണ്ടിയാണ്, സകല ജാതി ജനതകൾക്കും വേണ്ടിയാണ് യേശു ഭൂമിയിലേക്ക് വന്നതെന്നും കുരിശിൽ ബലിയായി തീർന്നതെന്നും കേട്ടപ്പോൾ അത് വിശ്വസിച്ച് യേശു തങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചു എന്ന് വിശ്വസിച്ചവരിലേക്കൊക്കെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ഇന്നും അതാണ് നമുക്ക് മാനസാന്തരം എന്ന് പറയുമ്പോൾ, യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ വന്നപ്പോൾ ഇന്ന് ഈ 2025 ജീവിക്കുന്ന നമ്മുടെ മേലും അല്ലെങ്കിൽ നമ്മുടെയും കൂടെ പാപങ്ങളാണ്. അല്ലെ, ഇനി യേശുവിന്റെ 2ാമത്തെ വരവ് വരെ, ലോക അവസാനം വരെയും ഭൂമിയിൽ ജനിക്കുവാനിരിക്കുന്ന സകലരുടെയും പാപങ്ങൾക്ക് കൂടി പരിഹാര ബലിയായിട്ടാണ് യേശു തന്നെ 2000 വർഷം മുമ്പ് കുരിശിൽ ബലിയായി അർപ്പിച്ചത് എന്ന്
ആ ഒരു ബോധ്യം, ആ ഒരു വിശ്വാസം വന്നു കഴിയുമ്പോൾ അവരിലേക്കെല്ലാം പരിശുദ്ധാത്മാവ് കടന്നു വരികയാണ്. ഇതാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കൂടുതലായിട്ട് നമ്മൾ അറിയേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ പന്തക്കോസ്ത പരിശുദ്ധാത്മ നിറവ്, പരിശുദ്ധാത്മ അഭിഷേകം ആദിമസഭയിൽ ഉണ്ടായ ഓർമ്മയൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ ഇന്നും യേശു നമുക്ക് ആരാണ്? യേശുവിനെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്? യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, അതായത് ഇങ്ങനെയാണ് പലപ്പോഴും പൗലോസ് തന്നെ എഫേസ്യരുടെ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, വിശ്വാസം വഴി കൃപയാലാണല്ലോ നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. വിശ്വാസം വഴി, അതായത് യേശു ക്രിസ്തുവിനുള്ള വിശ്വാസം വഴി, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ ബലിയായി തീർന്നത് കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത്. യേശു നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തത് കൊണ്ടാണ് നമ്മുടെ മേൽ പാപത്തിന് ശിക്ഷ വരാതെയും നമ്മൾ രക്ഷപ്പെട്ടത്. റോമർ 8:1 വചനമാണ് പറഞ്ഞത്. ഇപ്പോൾ യേശു ക്രിസ്തുവിൽ ആയിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. അവൻ നമ്മുടെ പാപ പരിഹാര ബലിയാണ്. ദൈവം ഈ ലോകത്തിൽ ആരെയും തൻ്റെതായി സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ യേശു ക്രിസ്തുവിനെ, അല്ലെങ്കിൽ പറയണം, കർത്താവേ, നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ നമ്മുടെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്നോട് പറയും, കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു, തിരുസഭയിൽ വിശ്വസിക്കുന്നു, കർത്താവിന്റെ 2-ാമത്തെ വരവിൽ വിശ്വസിക്കുന്നു, പാപമോചനത്തിൽ വിശ്വസിക്കുന്നു, നിത്യജീവനിൽ വിശ്വസിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ യേശു ക്രിസ്തുവിലൂടെയാണ് ഇതെല്ലാം നമുക്ക് സാധ്യമാകുന്ന, ലഭ്യമാകുന്നത് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ആ ഒരു ബോധ്യം ഉണ്ടാകണം, ഈ നാളുകളിൽ ഉണ്ടായിരിക്കണം അത്. കാരണം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തു കുരിശിൽ 2000 വർഷം മുമ്പ് ബലിയായി തീർന്നു. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട്, അല്ലെ അവനെക്കുറിച്ച് കേട്ടുകൊണ്ട്, അവനെക്കുറിച്ച് കേൾക്കുമ്പോൾ, അതാണ് നമ്മുടെയൊക്കെ ദൗത്യം. അതായത് നമ്മൾ ഈ കൂട്ടായ്മയും സഭയുടെ ഒന്നിച്ചേരലൊക്കെയും എന്തിനാണ്? യേശു പറഞ്ഞില്ലേ, നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജാതികളോടും ഈ സുവിശേഷം, അതായത് യേശു ക്രിസ്തു മനുഷ്യനായി, ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നതാണ് യേശു ക്രിസ്തു. ആ യേശു സകലരുടെയും പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ് 2000 വർഷം മുമ്പ് കുരിശിൽ മരിച്ചതും ഉത്ഥാനം ചെയ്തതും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തതും പന്തക്കുസ്ത നാളിൽ പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചതും. ഇത് സഭ സ്ഥാപിച്ചിരിക്കുന്ന സകല മനുഷ്യർക്കും വേണ്ടിയാണ്. യഹൂദർക്ക് വേണ്ടിയോ ഇന്ന് സഭയിലായിരിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയൊന്നുമല്ല. ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും വേണ്ടിയാണ് ഭൂമിയിൽ തിരുസഭ സ്ഥാപിച്ചത്. കർത്താവ് ഒരു മതമൊന്നും സ്ഥാപിച്ചില്ല. അനേക ജാതി മതങ്ങളിലുള്ള, അനേക വിശ്വാസത്തിലുള്ളവരോട് പറയുക മാത്രമാണ്, നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. എല്ലാ ജാതി മതങ്ങളിലുള്ളവരോട് പലപ്പോഴും, കാരണം നമ്മളത് ചിന്തിച്ചിട്ടുണ്ട്. കാരണം യേശുവാണ് മനുഷ്യവർഗത്തിന്റെ മുഴുവൻ, സകല മനുഷ്യരുടെയും ഓരോരുത്തരുടെയും വ്യക്തിപരമായി പാപത്തിന് പരിഹാരമായി ബലിയായി തന്നെ സമർപ്പിച്ചുകൊണ്ട് വേറൊരു മതസ്ഥാപകനോ ആരും ലോകത്തിൽ അത് ചെയ്തിട്ടില്ല ഇന്ന് വരെയും. അതുകൊണ്ട് തന്നെയാണ് പത്രോസ് അവിടെ നിന്ന് അപ്പോസ്തലർ 4:12 പറഞ്ഞത്, മറ്റ് ഒരുവനിലും രക്ഷയില്ല, ആകാശത്തിന്റെ കീഴെ ഭൂമിയിൽ മനുഷ്യരായ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അന്നോ ഇന്നോ ലോക ആരംഭം മുതൽ ഇന്ന് വരെ ഇനി ഒരിക്കലും യേശുവിനെ പോലെ വേറൊരാൾ ഉണ്ടാകാൻ പോകുന്നില്ല. മനുഷ്യവർഗത്തിന്റെ മുഴുവനും പാപത്തിന് പരിഹാരമായി അവൻ വിശുദ്ധിയിൽ ജീവിച്ചുകൊണ്ട് അവൻ തന്നെ പരിഹാര ബലിയായി സമർപ്പിച്ചു. ഇത് കേൾക്കുമ്പോൾ വിശ്വസിക്കുന്ന ആരാണെങ്കിലും, ഏത് ജനതയിൽപ്പെട്ടവരാണെങ്കിലും, പത്രോസ്ലിയ കൊർന്നേലിയോസിന്റെ വിജാതീയനായ റോമാക്കാരനെ, യഹൂദനല്ലാതിരുന്ന കൊർന്നേലിയോസിന്റെ വീട്ടിൽ ചെന്നുകൊണ്ട് പറഞ്ഞത് ഇങ്ങനെയാണ്. അപ്പോസ്തലർ 10:34 പത്രോസ് അവരോട് സംസാരിച്ചു തുടങ്ങി, സത്യമായും ദൈവത്തിന് പക്ഷപാതമില്ലെന്നും അവിടുത്തെ ഭയപ്പെടുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആരും ഏതു ജനതയിൽപ്പെട്ടവനായാലും അവിടത്തേക്ക് സ്വീകാര്യനാണെന്നും ഞാൻ സത്യമായി അറിയുന്നു എന്ന് പറയാണ്. അടുത്ത വചനം 36, പുസ്തകം 36:10-36, സമാധാനത്തിന്റെ സദ്വാർത്ത. അതല്ലേ യേശു ജനിച്ചപ്പോൾ മാലാഖമാര് പാടിയതാണ്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിലെ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഇതാണ് ബേത്ലഹേമിലെ മലഞ്ചെരുവിൽ ദൂതന്മാർ ആരംഭിച്ചത്. ഇതാണ് നമ്മുടെ വിശുദ്ധ കുർബാനയിൽ, എല്ലാ വിശുദ്ധ കുർബാനയിലും
നമ്മൾ ആരംഭിച്ചുകൊണ്ട് അത്യുന്നതങ്ങളിൽ ഗ്ലോറി ടു ഗാഡ് ഇൻ ദ ഹൈയസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സമാധാനം സദ്വാർത്ത യേശു ക്രിസ്തുവിൽ വേറെ ഒരിക്കലും ഇല്ലാത്ത യേശുവിന്റെ ജനന സമയത്താണ് അത് സകല മനുഷ്യർക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ദൈവദൂതന്മാർ ഇറങ്ങി വന്ന് പ്രഖ്യാപിച്ചത്. പറയാണ് പത്രോസിലെ പറയാണ്, സമാധാന സദ്വാർത്ത സകലത്തിന്റെയും കർത്താവായ സമാധാനത്തിന്റെ സദ്വാർത്ത സകലത്തിന്റെയും കർത്താവായ യേശു ക്രിസ്തുവിലൂടെ വിളംബരം ചെയ്തുകൊണ്ട് തന്റെ വചനം അവിടുന്ന് ഇസ്രായേൽ മക്കൾക്ക് നൽകി. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ വിജാതീയനായ കൊർന്നേലിയസിന്റെ വീട്ടിൽ ചെന്നുകൊണ്ട് എന്നിട്ട് പറയാണ്, യേശു ആ 3 വർഷം പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി എല്ലാവരോടും സകല പാപികളെയും വചനം ലംഘിച്ചവരെയും യഹൂദരുടെ ഇടയിൽ ശപിക്കപ്പെട്ടതായി കരുതിയിരുന്ന അംഗവൈകല്യമുള്ളവരെയും അന്ധരെയും മുടന്തരെയൊക്കെ അവരെ ഉപേക്ഷിക്കാൻ അവരെ ആരും നോക്കുപോലുമില്ലായിരുന്നു. യേശു വന്നുകൊണ്ട് അവരെയൊക്കെയും സുഖപ്പെടുത്തുകയും പിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ടവരെ സുഖപ്പെടുത്തിക്കൊണ്ടും ചുറ്റി സഞ്ചരിച്ചുവെന്നും നിങ്ങൾക്കറിയാം. ദൈവം അവനോടുകൂടെ ഉണ്ടായിരുന്നു. യഹൂദന്മാരുടെ ദേശത്തും ജെറുസലേമിലും അവൻ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ സാക്ഷികളാണ്. പത്രോസ് പറയാണ്, ഞങ്ങൾ യേശുവിന് സാക്ഷികളാണ്. സാക്ഷികളാണ്. അവർ അവനെ, അതായത് യഹൂദ മതത്തിന്റെ നേതാക്കന്മാരെ, ഗവർണറും റോമൻ അധിപതികൾ, റോമൻ ഭരണാധിപന്മാരോട് ചേർന്ന് നിന്നുകൊണ്ട് അവർ അവനെ മരത്തിൽ തൂക്കിക്കൊന്നു. എന്നാൽ ദൈവം അവനെ 3-ാം ദിവസം ഉയർപ്പിക്കുകയും, ഇതാണ് വിശ്വാസത്തിന്റെ മേഖല. അവന് മരിച്ചെങ്കിലും അവൻ സ്വന്തം ശക്തിയാൽ ഉയർത്തെഴുന്നേറ്റു. അവൻ ദൈവമായിരുന്നു. അവനുള്ള ദൈവിക ശക്തി കൊണ്ട് അവൻ സ്വന്തം ശക്തിയാൽ ഉയർത്തെഴുന്നേറ്റു. അവനിലുള്ള ദൈവികത. പലപ്പോഴും നമ്മളെ ദൈവം സ്നേഹമാണ്. ഇത് എങ്ങനെയാണ് ആ ദൈവീക ശക്തി? ദൈവ സ്നേഹമാണ്. യേശു സ്നേഹം നിലനിർത്തി. അവൻ കുരിശിൽ മരിക്കുന്നത് വരെ ആരെയും വെറുക്കാതെ, ആരോടും വെറുപ്പ് തോന്നാതെ എല്ലാവർക്കും വേണ്ടി അപ്പാ അവരോട് ക്ഷമിക്കണമേ, അവരെ അനുഗ്രഹിക്കണമേ, അവരെ ശിക്ഷിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശു സ്നേഹം നിലനിർത്തി. കാരണം ദൈവം സ്നേഹമാണ്. ദൈവിക ശക്തി സ്നേഹത്തിന്റെ ശക്തിയാണ്. യേശുവിനെ കല്ലറയിൽ അവര് അടക്കിയപ്പോഴും യേശുവിന്റെ ആത്മാവിലുണ്ടായിരുന്ന ആ ദൈവിക ശക്തിയാല് അവനെ കല്ലറയിൽ നിന്നും ഉയർപ്പിച്ചു. നമ്മൾ അറിയണം, നമ്മളുടെ ജീവിതത്തിലും ഈ സ്നേഹത്തിന്റെ ശക്തി ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയൊക്കെ തകർന്നു പോയാലും, എവിടെയൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും, സാത്താൻ ലോകത്തിൽ നമ്മൾ രോഗങ്ങളോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ കുടുംബ പ്രശ്നങ്ങളോ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും നമ്മുടെ ഉള്ളിൽ ഈ സ്നേഹത്തിന്റെ ശക്തി ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും എഴുന്നേറ്റ് വരും, നമ്മൾ വീണ്ടും ശക്തി പ്രാപിക്കും. ഇതാണ് സുവിശേഷത്തിന്റെ അടിസ്ഥാനം. ദൈവത്തെ സ്നേഹിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക. അപ്പം നമ്മളിൽ ഇതുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കും. നമ്മളൊരിക്കലും തകർന്നു പോകുകയില്ല എന്നാണ് സുവിശേഷത്തിന്റെ ഉൾക്കാഴ്ച, അതിന്റെ ഉള്ളടക്കം അതാണ്. ഇന്ന് പത്രോസ് പറയുകയാണെന്ന് കൊർന്നേലിയസിന്റെ വീട്ടിൽ ചെന്നുകൊണ്ട് മുൻകൂട്ടി ദൈവം അവനെ 3-ാം ദിവസം ഉയർപ്പിക്കുകയും പ്രത്യക്ഷനാക്കുകയും ചെയ്തു. എല്ലാവർക്കുമല്ല സാക്ഷികളായി ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്ത്, അതായത് യേശുവിൽ വിശ്വസിച്ച് അവന്റെ കൂടെ ഉണ്ടായിരുന്നവർക്ക് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അവനോടുകൂടെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തവരാണ് ഞങ്ങൾ. ഇതുവരെ മരിച്ചുയർത്തു കഴിഞ്ഞിട്ട് അറിയാം. യേശു അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കുഞ്ഞുങ്ങളെ ഇവിടെ വല്ലതും ഉണ്ടോ കഴിക്കാൻ? അവരെ കുരിശിൽ ഇവരെ തൂക്കിയിട്ട് അവർ കണ്ടതാണ്. ഇവർക്ക് സംശയം തോന്നിയത് അത് ഭൂതമാണോ, എന്താ ഇങ്ങനെയൊക്കെ. യേശു, നിങ്ങൾ സംശയിക്കുന്ന എന്തത്? ഭൂതത്തിന് ശരീരമൊന്നുമില്ല, നിങ്ങൾ എന്നെ വന്ന് കാണും. യേശു അവർക്ക് വിശ്വാസം ഉണ്ടാകാൻ വേണ്ടി യേശുവിന്റെ ആ ഉത്ഥാനം കഴിഞ്ഞ് ഒരു 40 ദിവസത്തോളം ഭൂമിയിൽ അവരുടെ ഇടയിൽ കർത്താവ് കാണപ്പെടുന്നവനായി നടന്നു. അവിടെ അവരുടെ ഇടയിൽ ഇരുന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചാൽ അവന്റെ ശരീരമില്ല, ആത്മീയ ശരീരമാണ്. ഇവരുടെ വിശ്വാസത്തിലേക്ക് വരാൻ വേണ്ടി തോമാസ് ഇവര് കണ്ടെന്ന് പറഞ്ഞപ്പോൾ തോമാസ് ഒരിക്കലും മരിച്ചടക്കി, അവിടെ കല്ലറയിൽ വെച്ച് അടക്കി, അവിടെ കല്ല് ഉരുട്ടി വെച്ച്, അതൊക്കെ അറിയാം. പക്ഷെ ഇവൻ മരിച്ചുയർത്തു എന്നൊക്കെ പറയുമ്പോൾ തോമാസ് പറയുന്നില്ലേ, ഞാൻ അവനെ കാണുകയും അവന്റെ കൈകളിലും കാലുകളിലുള്ള ആണിപ്പഴുതുകൾ കാണുകയും അവന്റെ നെഞ്ചിൽ കുന്തം കൊണ്ട് പട്ടാളക്കാരൻ കുത്തിപ്പോലുള്ള ആ മുറിവുകൾ കാണുകയും ആ മുറിവിൽ എന്റെ കൈ വെച്ച് അത് യഥാർത്ഥമായ ഒരു മുറിവുള്ള ശരീരമാണെന്ന് ഉറപ്പാക്കുകയും ചെയ്താൽ അല്ലാതെ ഞാൻ വിശ്വസിക്കയില്ല എന്ന് തോമസ് ശാഠ്യം പിടിച്ചു. കർത്താവ് അതിനുശേഷം അടുത്ത 8 ദിവസം കഴിഞ്ഞ ശേഷം തോമസും കൂടെ ഉള്ളപ്പോൾ അവരുടെ നടുവിൽ വന്നു.
തോമസും കണ്ടു. തോമസ് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് കരഞ്ഞു നിലവിളിച്ചു. അപ്പോൾ യേശു പറഞ്ഞു, തോമസേ ഇവിടെ വാ, ഇങ്ങോട്ട് വാ, വന്ന് എൻ്റെ കാലിലെ ആണിപ്പഴുതുകൾ കാണുക, എൻ്റെ വിലാപ്പുറത്തെ മുറിവുകൾ നിന്റെ കൈവിരൽ കൊണ്ട് വെച്ചിട്ട് വിശ്വാസിയായിരിക്കും, അവിശ്വാസിയാകാതെ. തോമാശ്രീയ പലപ്പോഴും നമ്മൾ ചില പടങ്ങളിലൊക്കെ തോമാശ്രീയ കർത്താവിൻ്റെ മുറിവിൽ വിരലിട്ടിരിക്കുന്നു. അതൊന്നും നടന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ തോമാശ്രീ യേശുവിനെ കണ്ടപ്പോൾ തന്നെ നിലവിളിച്ചു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. അവിടെയാണ് യേശു പറഞ്ഞത്, ഞാനിപ്പോൾ എൻ്റെ ഭൂമിയിൽ ജീവിച്ച ഭൗതിക ശരീരത്തിലല്ല, ഇതൊരു ആത്മീയ ശരീരത്തിലാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞു, നിങ്ങൾ വിശ്വാസത്തിലേക്ക് വരാൻ വേണ്ടി ഇപ്പോൾ നിങ്ങൾ എന്നെ കണ്ടു, എന്നാൽ ഞാൻ നിന്നോട് പറയുന്നു, എന്നെ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഞാൻ പറയും, നമ്മളൊക്കെ അവനെ കണ്ടിട്ടില്ല, പക്ഷേ അവനിൽ വിശ്വസിക്കുകയാണ്. അനുഭവത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ അവൻ ഇടപെട്ട എത്രയോ അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ. സംഗീതം 34 പറയുന്നുണ്ട്, കർത്താവിനെ രുചിച്ചറിയാൻ, ആത്മാവിൽ രുചിച്ചറിയാൻ. നമ്മുടെ ദിവ്യകാരുണ്യമായ നമ്മുടെ നാവില് ഗോതമ്പപ്പത്തിന്റെ രുചിയായിരിക്കാം. അവന് രക്തമായി അവൻ്റെതായി മാറിയ വീഞ്ഞ് എപ്പോഴും വീഞ്ഞിന് രുചിയായിരിക്കാം. പക്ഷെ അവൻ ആത്മീയമായി വചനത്തിലൂടെ കുദാശയായി മാറിയവന് അരൂപിയിൽ നമ്മുടെ ഒരു വ്യക്തിയായി നമ്മുടെ ആത്മാവിലേക്ക് നമ്മുടെ ആത്മാവ് ഒരു വ്യക്തിയാണ്. നമ്മുടെ ശരീരം ഒരു വ്യക്തിയാണ്. നമ്മളെ കാണുന്ന മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ നമ്മളെ പേര് വിളിക്കുന്നു, നമ്മളെ കണ്ടാൽ തിരിച്ചറിയുന്നു. അതുപോലെ നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മുടെ ആത്മാവ് ദൈവ അമ്മയുടെ ഉദരത്തിൽ നാം ഉരുവായപ്പോൾ ആദ്യ നിമിഷം നമ്മൾ നിക്ഷേപിച്ച ചൈതന്യം അതൊരു പേഴ്സണാലിറ്റിയാണ്, നമ്മുടെ ആത്മാവ് എന്ന് പറയുന്ന. അപ്പൊ ദൈവം നമ്മുടെ ആത്മീയ പേഴ്സണാലിറ്റിയിലേക്ക് നമ്മുടെ കുടുംബം, അല്ലെ, ഒരു കുടുംബത്തിലെ അപ്പനും അമ്മയും മക്കളും വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കുന്ന പോലെ ദൈവമായ ഉത്ഥാനജ യേശു ആത്മീയ വ്യക്തിയായ നമുക്ക് കാണാൻ പറ്റാത്ത നമ്മുടെ തന്നെ ആത്മാവിലേക്ക് നമുക്ക് കാണാൻ പറ്റാതെ യേശു ഒരു ആത്മീയ വ്യക്തിയായി വന്ന് കൂടെ വസിക്കുകയാണ്. ഇത് യേശു ഇന്ന് പഠിപ്പിക്കുന്ന ഇതായിരുന്നു. ഇന്നത്തെ സുവിശേഷത്തില് യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 23 യേശു പറയാണ്, യേശു പറഞ്ഞു പ്രതിവച്ച്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. കണ്ടില്ലെങ്കിലും കാണാൻ പറ്റിയില്ലെങ്കിലും അവനിൽ വിശ്വസിച്ചോണം, അവൻ്റെ വാക്കുകൾ വചനം പാലിക്കും. അതായത് സ്നേഹിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, വേറൊന്നുമല്ല. 10 കൽപ്പനകളും സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. എന്നിൽ യേശു വെച്ച്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായി മറ്റുള്ളവരോട് ക്ഷമിക്കാനും സ്നേഹിക്കാനും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ട ഏറ്റവും ബുദ്ധിമുട്ടുള്ളതാണ്. നമ്മളെ ഉപദ്രവിച്ചവരോട് ക്ഷമിക്കാനും അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനും ദൈവമേ അവരെ അനുഗ്രഹിക്കും, ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാനായിട്ട്. അതാണ് സ്നേഹത്തിൻ്റെ. എൻ്റെ വചനം പാലിക്കും, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. യേശുവിനെ ആര് സ്നേഹിക്കുന്നോ അവനെ പിതാവ് സ്നേഹിക്കും. യേശുവിനെ ആര് സ്നേഹിക്കുന്നു അവനെ പരിശുദ്ധാത്മാവ് സ്നേഹിക്കും. കാരണം ദൈവം ത്രിത്വൈക ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം ലോകത്തിൽ വെളിപ്പെട്ടത് യേശുവിലൂടെയാണ്. ശരീരത്തിൽ വന്നവനെ അവനെ വെളിപ്പെട്ടു. അവൻ നമുക്ക് വിശ്വസിക്കാൻ എളുപ്പം യേശുവിനെയാണ്. കാണാത്ത ദൈവത്തെ എങ്ങനെ വിശ്വസിക്കുന്നത്? അതുകൊണ്ടാണ് ശരീരത്തിൽ വന്ന് കാണപ്പെടുന്നവനായി വന്നിട്ട് ഈ ഭൂമിയിൽ അവനിൽ നമ്മൾ വിശ്വസിക്കുന്നു. പൗലോസ് റോമർക്കുള്ള ലേഖനത്തിൽ അതേക്കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുക, ഇങ്ങനെ ആകയാൽ യേശു കർത്താവാണ് എന്ന്. അതായത് കണ്ണുകൊണ്ട് കാണുന്നത്. പക്ഷെ യേശു 2000 വർഷം മുമ്പ് എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച് എന്നെ വീണ്ടെടുത്ത എൻ്റെ കർത്താവ്, എൻ്റെ രക്ഷകൻ, എന്നെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ചവനെന്ന് റോമർ 10:9 പറയാണ്. ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. യേശുവിൽ വിശ്വസിച്ചുകൊണ്ട്, അതാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതാണ് തുടക്കം എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. അപ്പൊ യേശുവിനെ കുറിച്ചുള്ള പ്രഘോഷണമാണ് വചനപ്രഘോഷണം, മറ്റൊന്നുമല്ല. അനേക രീതിയിലുള്ള ധ്യാനങ്ങളുണ്ട്, എന്തെല്ലാം ഉണ്ടല്ലേ ലോകത്തിൽ, അനേക രീതിയിലുള്ള ധ്യാന ശുശ്രൂഷകളുണ്ട്. പക്ഷേ എൻ്റെ യേശു കർത്താവാണെന്ന് പോയി പറയും. വേറൊന്നും പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. യേശു നിങ്ങളുടെ ഈ പാപങ്ങൾക്കും നിങ്ങളുടെ രോഗങ്ങൾക്കും വേണ്ടി കുരിശിൽ, ഏശയ്യായുടെ പ്രവചനം, ഏശയ്യാ പ്രവചനം 53-ാമത്തെ അധ്യായത്തിൽ 4, 5, 6 വചനങ്ങൾ
നമ്മുടെ വേദനകളാണ് അവൻ ചുമന്നത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ വഹിച്ചത്. നമ്മൾ ഏൽക്കേണ്ടിയിരുന്ന പാപത്തിന്റെ ശിക്ഷയായി നമ്മൾ ഏൽക്കേണ്ടിയിരുന്ന യേശു അടികളായി ഏറ്റു. അവനുണ്ടായ മുറിവുകളെ അവൻ നമുക്ക് വേണ്ടി ശിക്ഷയായി അനുഭവിച്ചു. യേശു നമുക്ക് പകരമായ ശിക്ഷ അനുഭവിച്ചതുകൊണ്ട് അവനിൽ നാം വിശ്വസിക്കുകയാണെങ്കിൽ, അവൻ എൻ്റെ അല്ലെങ്കിൽ എൻ്റെ ശിക്ഷയാണ് യേശു ഏറ്റതെന്ന് നാം വിശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് ശിക്ഷ ഏൽക്കേണ്ട ആവശ്യമില്ലെന്നാണ് റോമർ 8 പറഞ്ഞത്. ഇപ്പോൾ യേശു ക്രിസ്തുവിലായിരിക്കുന്നവർ ശിക്ഷാവിധിയില്ല. രോഗമോ പ്രശ്നങ്ങളോ ഒക്കെ നമ്മൾ ഇതിലൂടെ കടന്നു പോകുമ്പോൾ അവനെ വിശ്വസിക്കുന്നെങ്കിൽ, അവനെ സ്വന്തമാക്കുന്നെങ്കിൽ, നമ്മൾ ഇന്ന് അനേക അത്ഭുതങ്ങളെ കുറിച്ചൊക്കെ അത് തന്നെയാണ്, മറന്നല്ല. അതായത് നമ്മളുടെ രോഗം, ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ഓർമ്മിച്ചു, വിശുദ്ധ കുർബാനയിലൂടെ നമ്മളെ കാഴ്ചവെക്കുമ്പോൾ, ആ കുർബാനയുടെ ഇടയിൽ ആ കൂദാശ വെച്ചിരിക്കുമ്പോൾ ആ അപ്പവും വീഞ്ഞും യേശുവിന് ശരീരവും രക്തവുമായി മാറുകയാണ്. അപ്പോൾ നമ്മളെയും ആ അപ്പത്തോടും വീഞ്ഞിനോടും സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ബലിയർപ്പണത്തിനായി വരുമ്പോൾ നമ്മളും കാഴ്ച വസ്തുക്കളാണ്. അതുപോലെ കണ്ടു നിൽക്കുന്നവരല്ല, അപ്പത്തോടും വീഞ്ഞിനോടൊപ്പം നമ്മളെയും കാഴ്ചവെക്കണം. അപ്പവും വീഞ്ഞും പുരോഹിതൻ ഉയർത്തി കാഴ്ചവെക്കുമ്പോൾ നമ്മയും നമ്മളുടെ ജീവിതങ്ങളെയും നമുക്കുള്ളവരെയും കാഴ്ചവെക്കണം. അപ്പോൾ ആ അപ്പം കാഴ്ചവെക്കുന്ന അപ്പം, അത് ആ അപ്പത്തെ കയ്യിലെടുത്തുകൊണ്ട് ആ പുരോഹിതൻ യേശു പറഞ്ഞതുപോലെ പറയും, ഇത് നിങ്ങൾ ഇത് എൻ്റെ ശരീരമാകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അപ്പത്തോട് ചേർത്ത് കാഴ്ചവെച്ചതെല്ലാം യേശുവിൻ്റെ ശരീരത്തിന്റെ ഭാഗമായി മാറുകയാണ്. നമ്മുടെ രോഗങ്ങളോടൊപ്പം കാഴ്ചവെച്ചെങ്കിൽ യേശുവിന്റെ ശരീരത്തിലെ മുറിവായി മാറുകയാണ് നമ്മുടെ രോഗങ്ങൾ. അതാണ് നമുക്ക് സൗഖ്യം. നമ്മുടെ രോഗങ്ങൾ അവന്റെ ശരീരത്തിൽ 2000 വർഷം മുമ്പ് അവന് ഏറ്റ അടികളാണിത്. നമ്മളിത് ഏറ്റുപറയുമ്പോൾ അവന്റെ ഇന്നും വെളിപാട് 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഒരു കുഞ്ഞാട്, കൊല്ലപ്പെട്ട ഒരു കുഞ്ഞാട് നിന്ന് നിൽക്കുകയാണ്, ശരീരം മുഴുവനും മുറിവുമായി. അപ്പൊ നമ്മൾ ഈ ഭൂമിയിൽ അർപ്പിക്കുന്ന ബലി സ്വർഗത്തിൽ സ്വീകരിക്കപ്പെടുമ്പോൾ ഈ ഭൂമിയിൽ നമ്മുടെ ശരീരത്തിന്റെ രോഗങ്ങളും ഭാരങ്ങളും ഒക്കെ അവനവിടെ നിൽക്കുന്ന അവന്റെ ശരീരത്തിൽ മുറിവായി സ്വീകരിക്കപ്പെടുമ്പോൾ ഇവിടെ നമുക്ക് സൗഖ്യം കിട്ടും, നമ്മുടെ ശരീരം സൗഖ്യം. ഇതാണ് പത്രോസൊക്കെ ആ ജന്മനാ മുടന്തനായ മനുഷ്യന്റെ കൈക്ക് പിടിച്ച് പറഞ്ഞു, യേശു ക്രിസ്തു നിന്നെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞപ്പോൾ അവന്റെ രോഗം പ്രശ്നം പിതാവിന്റെ വലത്തുഭാഗം നിൽക്കുന്ന യേശുവിന്റെ ശരീരത്തിലേക്ക്, ആത്മീയ ശരീരത്തിലേക്ക് അത് ഏറ്റെടുക്കപ്പെട്ടു. കാൽവരിയിൽ 2000 വർഷം ഏറ്റെടുത്തതാണ്. അത് പ്രായോഗികമായി അപ്ലൈ ചെയ്തത് അവര് വിശ്വാസത്തെ ഏറ്റുപറഞ്ഞപ്പോഴാണ്. വിശ്വാസത്തിൽ പത്രോസ് യോഹന്നാൻ ഏറ്റുപറഞ്ഞപ്പോൾ ആ ജന്മനാ മുടന്തനായ മനുഷ്യൻ ചാടി എഴുന്നേറ്റു. കാരണം അവന്റെ രോഗം ഇപ്പോൾ യേശുവിന്റെ ശരീരത്തിൽ ഒരു മുറിവായി മാറിയും. ഇത് വലിയൊരു മേഖലയാണ് പ്രിയമുള്ളവരെ. അതിനാണ് നമ്മൾ യേശുവിൽ ഇന്നും വിശ്വസിക്കണം. പിതാവിന്റെ വലത്ത് ഭാഗത്ത് അവൻ എഴുന്നള്ളി ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്നും നമ്മൾക്ക് വേണ്ടി സഭയിൽ നടക്കുന്ന ഓരോ പ്രവൃത്തി ഓർക്കണം. സഭയിലെ ഓരോ കുദാശകൾക്കും വിലയുള്ളതായി തീരുന്നത് പിതാവിന്റെ വലത്തുഭാഗത്ത് യേശു ഇന്ന് നിൽക്കുന്നത് കൊണ്ടാണ്. ഞാൻ ഇടയ്ക്ക് ഓർപ്പിച്ചില്ലേ, നമ്മൾ ഓരോ ഗവൺമെന്റുകളെ കറൻസി പ്രിന്റ് ചെയ്യുമ്പോൾ അല്ലേ, ക്യാഷ്, ഇപ്പോൾ ഇന്ത്യൻ റുപ്പിയോ അമേരിക്കൻ ഡോളറോ ഒക്കെ പ്രിന്റ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? ഒരു ഡോളർ പ്രിന്റ് ചെയ്യുമ്പോൾ $1 വാല്യൂ ആയ അത്രയും സ്വർണം റിസർവ് ബാങ്കിൽ വെച്ചിട്ടാണ് ഈ ഒരു പേപ്പർ കടലാസ് പുറത്തേക്ക് ഇത് $1 എന്ന് പറഞ്ഞ് ഇറക്കി വിടുന്നത്, $1 എന്ന് പറഞ്ഞു. ഞാനെന്താ, ആ ഡോളറിന്റെ വിലയായ ആ സ്വർണം അവിടെ കറൻസിയിൽ അല്ലെങ്കിൽ അവിടെ റിസർവ് ബാങ്കിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ $1 പ്രചരിക്കുമ്പോൾ അതിന് വില അവിടെ റിസർവ് ബാങ്കിലുണ്ട്. യേശു നാമത്തിലെ സഭയിൽ കൂദാശകൾ അർപ്പിക്കപ്പെടുമ്പോൾ അതിന്റെ വിലയായ പിതാവിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുകയാണ് മുറിവേറ്റവനായി നമുക്ക് വേണ്ടി. ഇന്നും അതിന്റെ വില ഏതാണ് പറയുന്നത്? നമ്മളിത് അറിയണം. അതാണ് വിശ്വാസ പ്രമാണം ഏറ്റു പറയുമ്പോൾ നമ്മൾ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ യേശു കർത്താവാണ് എന്ന് ആദരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവനെ മരിച്ചുവെന്ന് ഉയർപ്പിച്ചു എന്ന് പിതാവിന്റെ വലത്തുഭാഗത്ത് എഴുന്നള്ളിക്കുന്ന ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഇത് വലിയൊരു മേഖലയാണ്. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അവൻ ആദരം കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. റോമർ 10:10 അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല എന്നാണ് വിശുദ്ധം പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഒരുവൻ ആരാണെങ്കിലും എന്ന വിശുദ്ധ ഗ്രന്ഥം പറയും. യഹൂദനും ഗ്രീക്കുകാരനും തമ്മിൽ വ്യത്യാസമില്ല, ഏതു ജാതിയിൽപ്പെട്ടവരെന്ന് വ്യത്യാസമില്ല. കർത്താവ് തന്നെ, യേശു കർത്താവ്
യേശുവേ, എന്റെ യേശുവേ, എന്റെ കർത്താവേ, എനിക്ക് വേണ്ടി നീ മരിച്ചു എന്ന് ഹൃദയത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അതരം കൊണ്ട് യേശുവേ എന്ന് ഏറ്റുപറയുമ്പോൾ രക്ഷയുടെ വഴിയിലേക്ക് അവൻ വരികയാണ്. ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് വേണം. നമുക്കിന്ന് പറ്റിയതാണ്. ഹൃദയത്തിൽ നമ്മളിങ്ങനെ അതരം കൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എല്ലാം ചൊല്ലിപ്പോവുകയാണ്. ഹൃദയത്തിൽ സ്പർശിച്ചുകൊണ്ട് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും ഓരോ കാര്യങ്ങൾ പറഞ്ഞു നോക്കി. അവിടെ വലിയൊരു അനുഭവമായിരിക്കും. നമ്മുടെ ആത്മാവ്, ഹൃദയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിലേക്ക് ദൈവം ആത്മീയമായിട്ട് നമ്മൾ പറയുമ്പോൾ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് എൻ്റെ സമ്പത്ത്, പരിശുദ്ധാത്മാവാണ് ഏറ്റവും വലിയ സമ്പത്ത്. യേശു നാമത്തിൽ തന്നെ യേശുവിനെ വിളിച്ച യേശുവിലൂടെ പിതാവേ, എൻ്റെ ദൈവമേ, ഞാൻ വിശ്വസിക്കുന്നു നീ എനിക്ക് വേണ്ടി കാൽവരിയിൽ നിന്റെ സ്വന്തം നീ തന്നെ മനുഷ്യനായി വന്നുകൊണ്ട് ദൈവപുത്രൻ എന്നൊക്കെ പറയുമ്പോൾ ദൈവം തന്നെ, യോഹന്നാൻ പറയുന്നില്ലേ, അവൻ ദൈവം തന്നെയായ ഏകജാതൻ, ദൈവം തന്നെയായ പുത്രൻ എന്നൊക്കെ പറയുമ്പോൾ ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ, അവനെ വിളിച്ച് യേശു നാമത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം തന്റെ ശക്തി എൻ്റെ മേൽ വർഷിക്കുകയാണ്. ദൈവം തന്റെ സമ്പത്തിനെ എൻ്റെ മേൽ. എന്തെന്നാൽ കർത്താവിൻ്റെ റോമർ 10:13 എന്തെന്നാൽ കർത്താവിൻ്റെ നാമം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. വലിയൊരു മേഖലയാണ് പ്രിയമുള്ളവരെ. എന്നാൽ അടുത്ത വചനം ശ്രദ്ധിക്കുക, റോമർ 10:14 എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഒരിക്കലും കേട്ടിട്ടില്ലാത്തവൻ എങ്ങനെ വിശ്വസിക്കും? അതുകൊണ്ടാണ് ലോകമെങ്ങും പോയി പ്രസംഗിക്കാൻ ഈശോ പറഞ്ഞത്. അതുകൊണ്ടാണ് പൗലോസ് പറയാണ്, പ്രസംഗകനില്ലാതെ എങ്ങനെ കേൾക്കും? അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും? സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്. എന്നാൽ എല്ലാവരും സുവിശേഷം അനുസരിച്ചില്ല. കർത്താവെ, ഞങ്ങളുടെ സന്ദേശം കേട്ട് വിശ്വസിച്ചവർ ആരാണ് എന്ന് യേശയ്യാ ചോദിക്കുന്നുണ്ടല്ലോ. ആകയാൽ വിശ്വാസം, റോമർ 10:17 എപ്പോൾ ചിന്തിക്കുന്ന വചനമാണ്. ആകയാൽ വിശ്വാസം, അതായത് വിശ്വാസം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റി. വേറൊന്നിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ കേൾക്കാം, ഒത്തിരി കഥകൾ കേൾക്കാം, ഒത്തിരി ചരിത്രം കേൾക്കാം. പക്ഷെ യേശു ക്രിസ്തുവിനെ കുറിച്ച് കേട്ടാൽ മാത്രമേ വിശ്വാസം ഉണ്ടാവുകയുള്ളൂ. യേശു നമുക്ക് വേണ്ടി മരിച്ചു എന്ന് ഹൃദയത്തിൽ അത് കേൾക്കുമ്പോൾ, ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് രക്ഷപ്പെടുമെന്നാണ്. ഇത് വലിയൊരു മേഖല. നമ്മളതേക്കുറിച്ച് ധ്യാനിക്കുന്നല്ല, എളുപ്പമൊന്നും അല്പം ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എവിടെയാണ് പരിശുദ്ധാത്മ? പത്രോസ്ലീഹ ഈ കൊർന്നേലിയോസിന്റെ വീട്ടിൽ പോയത്, അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ ഈ കൊർന്നേലിയോസിന്റെ വീട്ടിൽ പോയി, യേശു നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ്, റോമാക്കാരായ നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ് യേശു ഈ കുരിശിൽ വന്ന്. നിങ്ങൾ പടയാളികൾ, റോമാക്കാര്, നിങ്ങൾ യേശുവിനെ കുറിച്ച്, പക്ഷേ അവൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളോട് ക്ഷമിച്ചു, അവൻ നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ് കുരിശിൽ മരിച്ചത് എന്ന് പത്രോസ് പ്രസംഗിച്ചപ്പോൾ കേട്ടുകൊണ്ടിരുന്ന അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 10 പറയുന്നുണ്ട്, 44 പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന റോമർ 10 വിശ്വാസം കേൾവിയിൽ നിന്നും. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള കേൾവിയാണ് വിശ്വാസത്തിന്റെ പ്രസംഗം. പത്രോസ് യേശുവിനെ കുറിച്ചാണ് പ്രസംഗിച്ചത് ഈ റോമക്കാരോട്. പത്രോസ് ഇത് യേശുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. വിജാതിയുടെ മേൽ പോലും പരിശുദ്ധാത്മാവിന്റെ ദാനം വർഷിക്കപ്പെട്ടതിനാൽ പത്രോസിനോട് വന്നിരുന്ന പരിച്ഛേദിതരായ വിശ്വാസികൾ വിസ്മയിച്ചു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും അവർ കേട്ടു. അപ്പോൾ പത്രോസ് പറഞ്ഞു, നമ്മെ പോലെ തന്നെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ഇവർക്ക് ജ്ഞാനസ്നാന ജലം നിഷേധിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവർക്ക് സ്നാനം നൽകാൻ അവൻ കൽപ്പിച്ചു. ഇത് വലിയൊരു മേഖലയാണ്. നമ്മളിതേക്കുറിച്ച് കൂടുതലായിട്ട് ആൾ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ആരുടെ ഒരു പ്രവൃത്തി കൊണ്ടുമല്ല, നമ്മുടെ യേശുവിൽ. ഞാൻ പറയും, നമ്മുടെയൊക്കെ ഇന്നലെയൊക്കെ നമ്മൾ ചില ചിന്തകളൊക്കെ നമ്മൾ ചിന്തിച്ചതായിരുന്നു. അതായത് നമ്മൾ വിശ്വാസം ചെയ്ത് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ മാമോദീസ കൊണ്ട് മുഖ്യ പള്ളിയിൽ കൊണ്ടേ നമ്മളങ്ങനെയാണ് ആദ്യം അങ്ങനെയാണ് ക്രിസ്ത്യാനികളായത്. പക്ഷെ നമ്മളെ കുഞ്ഞുനാള് നമ്മളെ ആദ്യ കുർബാന സ്വീകരണവും, ഇന്നിപ്പോൾ അമേരിക്കയിൽ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കാണുന്നില്ല, മെയ് മാസത്തിൽ ആദ്യ കുർബാന സ്വീകരണവും കൺഫർമേഷൻ അടക്കുകയാണ് എല്ലാ ഇടവകളിലും. ആദ്യ കുർബാന സ്വീകരണം കൺഫർമേഷനിലൂടെ പൂർണ്ണമായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിപൂർണ അറിവിലേക്ക് ഒരു ചെറുപ്പക്കാരൻ, ഒരു 12 വയസ്സ് വരെ ആകുമ്പോൾ ഒരു ചെറുപ്പക്കാരനെ പൂർണ്ണ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരികയാണ് സഭ. ആദ്യ കുർബാന സ്വീകരണത്തിലൂടെ, കൺഫർമേഷനിലൂടെ പരിശുദ്ധാത്മാവാണ് നമ്മെ ദൈവത്തിന്റെ മക്കളാക്കി മാറ്റുന്നുള്ള വലിയൊരു ബോധ്യത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഇതാണ് ഈ ആദ്യ കുർബാന, ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ
കൺഫർമേഷനിലൂടെ സഭയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ അറിയണം പ്രിയമുള്ളവരെ, അതിൻ്റെ പ്രസക്തി അറിയണം. പലപ്പോഴും വെറും ആഘോഷമായി ആഡംബരങ്ങളും ആഘോഷമായി പോരുമ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മൾ അറിയാതെ പോവുകയാണ്. നമ്മളതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കണം. ഒരു ചടങ്ങല്ല ഇത്, ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും മാത്രമല്ല, ഇത് നിങ്ങളുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ഏറ്റുപറയുകയാണ്. ആ ഒരു ബോധ്യം നമ്മളും പറഞ്ഞു കൊടുക്കണം നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ. പ്രിയമുള്ളവരെ, ഇന്ന് ഈശോ നമ്മളോട് പറഞ്ഞതാണ് ഈ വചനം വിശ്വസിച്ചുകൊണ്ട്, അല്ലേ, നിങ്ങൾ അതായത് നിങ്ങൾ എൻ്റെ വചനം പാലിക്കും, നിങ്ങൾ എൻ്റെ പിതാവിനെ സ്നേഹിക്കുകയും. ഇത് നോക്കി, ഇത് വളരെ ചിന്തിക്കേണ്ട വചനമാണ്. യോഹന്നാൻ 14:23 പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതാണ്. എൻ്റെ യേശു പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ വചനം പാലിക്കും, അപ്പോൾ എൻ്റെ പിതാവ്. യേശുവിനെ കുറിച്ച് വിശ്വസിക്കുന്നവരെ പിതാവ് സ്നേഹിക്കുകയാണ്. യേശുവിൽ വിശ്വസിക്കുന്നവരെ പരിശുദ്ധാത്മാവ് സ്നേഹിക്കുകയാണ്. അപ്പോൾ യേശു പറയാണ്, എൻ്റെ വചനം പാലിക്കുന്നവനെ പിതാവ് സ്നേഹിക്കും. യേശു പറയാണ്, അപ്പോൾ എൻ്റെ പിതാവ് അവരെ സ്നേഹിക്കുകയും ഞങ്ങൾ. യോഹന്നാൻ 14:23 കുറേ നേരം ധ്യാനിച്ച് സന്തോഷിക്കേണ്ട ഒരു വചനമാണ്. ദൈവവചനം പാലിക്കുമ്പോൾ, വിശ്വസിക്കുമ്പോൾ, അപ്പോൾ പിതാവ് അവനെ സ്നേഹിക്കും. എന്നിട്ട് ഞാനും പിതാവും അവന്റെ അടുത്ത് വന്ന് അവന്റെ ഉള്ളിൽ, അവന്റെ ആത്മാവിൽ വന്ന് വാസമുറപ്പിക്കുകയും ചെയ്യും. അറിയണത് നമ്മുടെ ഉള്ളിൽ ദൈവം ആദ്യം പരിശുദ്ധാത്മാവിനെ, യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നു. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, എൻ്റെ വചനം പാലിക്കാൻ. പരിശുദ്ധാത്മാവ് സഹായകനാണ്. യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ തന്നെ വിശ്വസിച്ചപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നു. ആ പരിശുദ്ധാത്മാവ് നമ്മൾ വിശ്വസിക്കുമ്പോൾ അതല്ലേ യേശു പറഞ്ഞു, അവനൊരു സഹായകനാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ അവൻ നിങ്ങളെ പഠിപ്പിക്കും, നിങ്ങളെ ഓർമ്മപ്പെടുത്തും. നമ്മൾ അറിയണം പ്രിയമുള്ളൂ, ഇതൊരു പ്രോസസ്സാണ്. യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞ കൊച്ചു കുഞ്ഞുങ്ങൾ ആദ്യ കുർബാന സ്വീകരണത്തിലും കൺഫർമേഷനിലൊക്കെ യേശു ക്രിസ്തുവിനെ കുറിച്ച് കേട്ട് വിശ്വസിച്ചപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണതയിലേക്ക് വന്ന് വ്യക്തിപരമായിട്ടൊരു വ്യക്തിയായി കൊച്ചു കുഞ്ഞായിരുന്നപ്പോൾ സ്വീകരിച്ചെങ്കിൽ നല്ല കാര്യം. പക്ഷെ ഇതാ ഒരു കൺഫർമേഷൻ സമയത്ത് പൂർണ്ണമായി പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അവരിൽ വന്ന് നിറഞ്ഞുകൊണ്ട് അവരും പ്രഘോഷകരായി മാറാൻ വേണ്ടി അയക്കുകയാണ്. 12-ാമത്തെ വയസ്സിലാണ് ഈശോ ദേവാലയത്തിൽ പോയി പ്രസംഗിച്ചത്. അപ്പോൾ 12 വയസ്സ് കൺഫർമേഷൻ കഴിഞ്ഞ ഒരു കുഞ്ഞിനെ അഭിഷേകം ചെയ്യാണ് പോയി യേശുവിനെ കുറിച്ച് വചനം പറയാൻ. ഇന്നലെ ഒരു കൂട്ടായ്മയുണ്ടായിരുന്നു നമ്മുടെ വെസ്റ്റ് പാം ബീച്ചിൽ. 12 വയസ്സൊന്നും ആയിട്ടില്ല, ഇന്നലെ 6, 7, 8 വയസ്സായി കാണും. നമ്മുടെ സാമുവലൊക്കെ വചനം ഒന്നും പറയാതെ തന്നെ വളരെ സെൽഫ്, അതായത് ഈ വചനം ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് കുഞ്ഞ് ആത്മാവ് നിറഞ്ഞുകൊണ്ട് ആ കുഞ്ഞ് വചനം എന്നിട്ട് പറയുകയാണ്, അവിടെ വായിക്കാൻ വചനം വിശദീകരിക്കുകയാണ്. എനിക്ക് അത്ഭുതം തോന്നി. നമ്മുടെ പ്രാർത്ഥനയിൽ, കരുണയുടെ പ്രാർത്ഥന വന്ന് പറയുന്നത് സാമി മറിയൊക്കെ അവർ രണ്ടുപേരും കൈ നീട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറയട്ടെ. അവർ രണ്ടുപേരും ഒന്ന് വചനം വായിച്ചുകൊണ്ട് പറയുകയാണ്. എനിക്ക് അതിശയം തോന്നി. ഇവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ദൈവാത്മാവ് നിറഞ്ഞുകൊണ്ട് പ്രഘോഷിക്കാനായി ദൈവം വിളിക്കപ്പെടുന്നു. ഇന്നീ പറഞ്ഞു വരുന്നത്, അപ്പോൾ ഈ പെന്തക്കോസ്തായ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നല്ല ഉറപ്പ് നമുക്കുണ്ടാവണം. ഇന്ന് നമുക്ക് പരിശുദ്ധാത്മാവിനെ അല്ലെങ്കിൽ വിശ്വാസമൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ലാണ്. യേശുവിനെ കുറിച്ചുള്ള യേശു എന്താണ് നമുക്ക് വേണ്ടി ചെയ്തെന്നുള്ള ബോധ്യം നമുക്കുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ പെന്തക്കോസ്തായ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ഈശോ പറയാണ്, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, ലോകം നൽകുന്നത് പോലെയല്ല. ഈശോ പറയാണ്, വീണ്ടും പറയേണ്ട 26 യോഹന്നാൻ 14:26, എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായന പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. അവിടെ വീണ്ടും പറയണ്ട 14:18, ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിട്ടുകളയില്ല. ഒറ്റയ്ക്കല്ല. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്, ഒരു സഹായകനാണ്, ആത്മീയ വ്യക്തിയാണ്. കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, പക്ഷേ നമ്മളെ നയിക്കാൻ നിത്യതയിലേക്ക്, നമ്മുടെ മരണം വരെയും നമ്മുടെ കൂടെ നാം അവനോട് ചേർന്നിരിക്കുന്നെങ്കിൽ ഒരിക്കലും നമ്മളെ വിട്ടുപോകില്ല. പരിശുദ്ധാത്മാവ് അവൻ വിശ്വസ്തനാണ്, ഫെയ്ത്ത്ഫുൾ ആണ്. അവനൊരിക്കലും നമ്മൾ അവനോട് ചേർന്നിക്കുക, വചനം പാലിക്കുക, ഒരിക്കലും വിട്ടുപോകില്ല. നമ്മുടെ മരണസമയത്ത് നിത്യയിലേക്കും അത് കഴിഞ്ഞ് നിത്യയിലേക്ക് നമ്മളെ അവൻ കൂട്ടിക്കൊണ്ടുപോകും. ഓ ദിവ്യകാരുണ്യ ഈശോയെ,
ഈ ഭൂമിയിൽ തിരുസഭ സ്ഥാപിച്ചുകൊണ്ട് അങ്ങയുടെ പരിശുദ്ധാത്മാവിലൂടെ ഇന്നുമെല്ലാം പ്രവർത്തിക്കുന്ന പരിശുദ്ധ പരമാം ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.